വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് ബ്രൈറ്റ് അക്കാദമി. പ്ലസ് ടുവിലെ ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്, പാർട്ട് 3. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂളംസ് ലോ വരെയാണ് പറഞ്ഞു നിർത്തിയത്. കൂളംസ് ലോ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് നമുക്കത് പഠിക്കാനുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫാരഡെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ്. എന്തിനു വേണ്ടി അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്? അപ്പോൾ നമ്മളോട് ഇവിടെ ഒരു ചാർജിനെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ കണ്ടുപിടിക്കാനൊന്നും പറ്റുമോ? ഇവിടെ ഒരു ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല, അതിൻ്റെ സാന്നിധ്യം അറിയാനും പറ്റില്ല. പക്ഷെ ഹൗ ക്യാൻ യു ഫൈൻഡ് ദിസ് പ്രസൻസ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു ചാർജിനെ, ഒരു പോസിറ്റീവ് 1 കൂളം ചാർജിനെ നമ്മളിങ്ങ് കൊണ്ടുവരികയാണെങ്കിൽ ഈ ചാർജ് ഒന്നെങ്കിൽ ഇതിനെ റിപ്പൽ ചെയ്യും അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യും അല്ലേ? ഇൻട്രാക്ഷൻ ഓഫ് ചാർജസ് നമ്മൾ പഠിച്ചതല്ലേ? അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തുണ്ട്, ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ചാർജ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റാണെന്ത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി സറൗണ്ടിങ് സ്പേസ് ഓഫ് എ ചാർജ് വേർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഫെൽറ്റ്. ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇൻ്ററാക്ഷൻ ഫീൽ ചെയ്യുന്ന സ്ഥലപരിധി, അതിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി സറൗണ്ടിങ് സ്പേസ് ഓഫ് എ ചാർജ് വേർ ഇറ്റ്സ് ഇൻഫ്ലുവൻസസ് ഫെൽറ്റ്. ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചുറ്റുപാട്, അതിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഈ ചാർജിൻ്റെ ചുറ്റുപാട് ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. വളരെ അകലെയാണെങ്കിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അറിയില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പം ഇതിനൊരു പരിധിയുണ്ട്, ആ ഇൻട്രാക്ട് ചെയ്യാനുള്ള പരിധി. ആ പരിധിയാണ് നമ്മളെന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സറൗണ്ടിങ് സ്പേസ് ഓഫ് എ ചാർജ് വേർ ഇറ്റ്സ് influences felt. ഇനി how can you define intensity of electric field? ഇൻറ്റൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്ന +1 കൂളം ചാർജാണ്, ഇവിടെയുള്ള ചാർജ് Q ആണെന്ന് വിചാരിക്കും. അപ്പോൾ Q എന്ന് പറയുന്ന ചാർജിൻ്റെ അടുത്തേക്ക് +1 കൂളം കൊണ്ടുവന്നു. അറ്റ് എ ഡിസ്റ്റൻസ് R ആണ് 1 കൂളം ഉള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതല്ലേ, കൂളംസിലെ പ്രകാരം F is equal to Q into 1/4πε0 r². അല്ലേ? ദിസ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു ചാർജ്. ദെൻ വാട്ട് ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E is the ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു ചാർജ് ഡിവൈഡ് ബൈ 4πε0 r² ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താ, ടെസ്റ്റ് ചാർജ്. 1+ കൂളം ചാർജിനെയാണ് എന്ത് പറയുന്നത്, ടെസ്റ്റ് ചാർജ്. നമ്മൾ കൊണ്ടുവരുന്ന ചാർജിനെയാണ് എന്ത് പറയുന്നത്, ടെസ്റ്റ് ചാർജ്. ആരുടെ അടുത്തേക്കാണോ കൊണ്ടുവരുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ്. ഇയാളുടെ പേര് ടെസ്റ്റ്. അപ്പം ടെസ്റ്റ് ചാർജ് 1 കൂളമ്പായിരിക്കും. അപ്പോൾ ഈ 1 കൂളമ്പിന് നമ്മൾ സോഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ Q ഇൻറ്റു 1/4πε0 r² ആണ്. അപ്പം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ്, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഇനി എഴുതുക, E is equal to F by യൂണിറ്റ് ചാർജ് ഇസ് 1 കൂളം. ടെസ്റ്റ് ചാർജിന് നമ്മൾ നോർമലി Q0 നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. Q0, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് Q0, that is F by Q0 is the electric field. E is equal to, how can you measure electric field? Electric field is equal to force per unit charge. The intensity of electric field is the force per unit charge. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ചാർജ് എത്ര ചെറുതാണെങ്കിലും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ, മാക്സിലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് Q0 tends to 0, F by Q0. This is the intensity of electric field. Intensity of electric field is equal to limit F by
Q0 ഈസ് ഈക്വൽ ടു F ബൈ Q0 എന്ന് എഴുതിയാലും ശരിയാണ്. അത് കുറച്ചും കൂടെ കറക്റ്റ് ആവുന്നു. ചാർജ് എത്ര ചെറുതായാലും ലിമിറ്റ് 0-നേക്കാളും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചാർജ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് F ബൈ Q0 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരെ കാണാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് Q ടെൻസ് ടു 0 F ബൈ Q0 ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ന്യൂട്ടൺ അല്ലേ. അപ്പോൾ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിൻ്റെ യൂണിറ്റ് കൂളം അല്ലേ. ന്യൂട്ടൺ പെർ കൂളമ്പാണ് ആരുടെ യൂണിറ്റ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ്. മറ്റൊരു യൂണിറ്റും കൂടെ ഇലക്ട്രിക് ഫീൽഡിനുണ്ട്, വോൾട്ട് പെർ മീറ്റർ. എന്താണ്? വോൾട്ട് പെർ മീറ്റർ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് അതൊക്കെയാണ് ന്യൂട്ടൺ പെർ കൂളം ഓർ വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. എങ്ങനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി? ഫോഴ്സ് വെക്റ്റർ ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫോഴ്സ് വെക്റ്ററാണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററാണ്. ചാർജ് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ കൂളം ഓർ വോൾട്ട് പെർ മീറ്റർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എന്താ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ ഇമാജിനറി കൺസെപ്റ്റ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സറൗണ്ടിങ് സ്പേസിനെ നമുക്ക് വരച്ച് കാണിക്കാനുള്ള ഒരു വിഷ്വൽ എയ്ഡ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ യൂസ്ഡ് ടു വിഷ്വലൈസ് ഇലക്ട്രിക് ഫീൽഡ് സറൗണ്ടഡ് ബൈ എ ചാർജ്. ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് വരച്ച് കാണിക്കാനുള്ള ഒരു എയ്ഡാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാം? ഇപ്പോൾ ഒരു ചാർജിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടാൽ അത് എങ്ങോട്ടെല്ലാം മൂവ് ചെയ്യും? ആ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സ്ട്രെയിറ്റ് ലൈൻ പാത്തും എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പം ഈ ചാർജിൻ്റെ ഒരു Q എന്ന് പറയുന്ന ചാർജിൻ്റെ അടുത്ത് ഇത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, അപ്പം ലെറ്റ് ഇറ്റ് ബി പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു യൂണിറ്റ് 1 കൂളം ചാർജിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഇതിനെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പം ആ ചാർജ് മൂവ് ചെയ്യാൻ സാധ്യത എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. ഇവിടെ വെച്ചാലോ ഇങ്ങോട്ട് അല്ലേ, ഇപ്പുറത്താണെങ്കിലോ ഇങ്ങോട്ട്. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ഈ ചാർജിനെ ഇതിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്ന എല്ലാ സ്ട്രെയിറ്റ് ലൈൻ പാത്തും എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ എവിടേക്കാണ് വരച്ചിരിക്കുന്നത്? എവേ ഫ്രം ദി ചാർജാണ്. ചാർജിൽ നിന്നും എവേ ആയിട്ടാണ് നമ്മൾ എന്ത് വരച്ചിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് വരച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ഈ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് നമ്മളൊരു പ്ലസ് കൂളം ചാർജിനെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ അല്ലേ. അപ്പോൾ ഇതേപോലെ അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ചാർജിന് ടുവാർഡ്സ് ആയിരിക്കും. അപ്പം പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ്സ് എവേ ഫ്രം ദി ചാർജും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടുവാർഡ്സ് ദി ചാർജും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ? The electric field lines are away from positive charge and towards negative charge. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നും അകലേക്കും നെഗറ്റീവ് ചാർജിൽ നിന്ന് ഉള്ളിലേക്കുമാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക. അപ്പോൾ വരച്ച് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഡ്രോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. ഈ രണ്ട് നെഗറ്റീവ് ചാർജ് ആണോ രണ്ട് പോസിറ്റീവ് ചാർജ് ഒക്കെ വരയ്ക്കാൻ പറയാം. നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിനിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? എവേ ഫ്രം ചാർജാണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ടുവാർഡ്സ് ദി ചാർജ് ആയിരിക്കും. ഇപ്പോൾ രണ്ട് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. ഇപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നും അകലേക്ക് പോകും. അപ്പോൾ ഇവിടെ അടുത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? നെഗറ്റീവിലേക്കായിരിക്കും. അടുത്തടുത്തിരിക്കുന്ന രണ്ട് ചാർജുകളാണെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് വരയ്ക്കാം? നെഗറ്റീവിലേക്ക് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഒരു സിംഗിൾ ചാർജ് ആവുമ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നും തുടങ്ങിയിട്ട് അകലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഇൻഫിനിറ്റിയിലേക്ക്. എന്നാൽ ഒരു നെഗറ്റീവ് ചാർജ് സിംഗിൾ ആണെങ്കിൽ അകലയിൽ നിന്നും ഇൻഫിനിറ്റിയിൽ നിന്നും ആ ചാർജിലേക്ക് എൻഡ് ചെയ്യും. പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലോ പോസിറ്റീവും തുടങ്ങി എങ്ങോട്ട് വരും? നെഗറ്റീവിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവും ഈക്വലായിട്ട് വയ്ക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ
ഒന്നിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്? നെഗറ്റീവിലേക്കാണ്. ഇപ്പം ഞാൻ 2 നെഗറ്റീവ് ചാർജുകളാണെങ്കിലോ, അടുത്തടുത്തിരിക്കുന്നത് 2 നെഗറ്റീവ് ചാർജുകളാണെങ്കിൽ ഇപ്പം നെഗറ്റീവിലേക്കാണല്ലോ വരിക അല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. ഇപ്പം എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും നെഗറ്റീവിലേക്കായിരിക്കും. പക്ഷെ ഇവർ രണ്ടുപേരുടെ അടുത്തെത്തുമ്പോൾ എന്താ അവസ്ഥ? ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പം 2 ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അവരെന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. അപ്പം പോസിറ്റീവ് ചാർജിൽ നിന്നും എവേ ആയിരിക്കും, നെഗറ്റീവ് ചാർജിലേക്കാണെങ്കിൽ ടുവേർഡ്സ് ആണ്. 2 ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇനി 2 പോസിറ്റീവ് ആണെങ്കിലോ, 2 പോസിറ്റീവ് ചാർജ് അടുത്തടുത്ത് വെച്ച് എന്ത് സംഭവിക്കുക? അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്ന എവേ ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എവേ ആയിട്ട് വരയ്ക്കുക. അപ്പോഴിവിടെ അടുത്തടുത്തുള്ളവർ തമ്മിൽ എന്തെന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. പക്ഷെ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, തുല്യ ഇലക്ട്രിക് ഫീൽഡുകളുടെ ലൈൻസേ ഇൻ്റർസെക്റ്റ് ചെയ്യാണ്ടിരിക്കുള്ളൂ. ഒരു ഗ്രേറ്റർ ഫീൽഡും വീക്കർ ഫീൽഡും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറയുമ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടുവാർഡ്സ് നെഗറ്റീവ് ചാർജ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല? ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക പാരലൽ ലൈൻസാണ്. അപ്പം ഇങ്ങനെയുള്ള ലൈൻസിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഹിയർ ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റെപ്രസെൻറ്റഡ് ബൈ പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ്. തേർഡ് പ്രോപ്പർട്ടി. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എവേ ഫ്രം പോസിറ്റീവ് ടുവാർഡ്സ് നെഗറ്റീവ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. ഇനി നാലാമത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് വരയ്ക്കുന്ന ടാൻജൻറ്റ് അതിൻ്റെ ഡയറക്ഷന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദ ടാൻജൻറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിനെ ലൈൻസിന് വരയ്ക്കുന്ന ടാൻജൻ്റ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഗിവൺ ബൈ ദി ടാൻജൻറ്റ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇലക്ട്രിക് ഫീൽഡിന് വരയ്ക്കുന്ന ടാൻജൻറ്റ് അതിനെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ അവിടെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരുപാട് തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടുതലാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് നോക്കിയിട്ടാണ്? ലൈൻസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ, ഡയറക്ഷൻ ഗിവൺ ബൈ ദി ടാൻജൻറ്റ് ടു ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻഡിക്കേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ്. ഇനി ഒരു കണ്ടക്ടറിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ്, ഇതിപ്പോൾ ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിന് നോർമലായിട്ടായിരിക്കും ആരുണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എൻഡോൺ ചാർജ്ഡ് കണ്ടക്ടർ. അപ്പോൾ ചാർജുള്ളൊരു കണ്ടക്ടറിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡ് ചെയ്യും, ഉള്ളിലേക്ക് പോകില്ല. കണ്ടക്ടറിന് ഇതിന് നോർമലായിട്ടാണ് ആരുണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഒരു കണ്ടക്ടറിന് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ആരുണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഇനി അവർ പറഞ്ഞൊരു പ്രോപ്പർട്ടിക്ക് ഒരു കാരണം ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഏത് പ്രോപ്പർട്ടിയാണ്? 2 ലൈൻസ് ഓഫ് ഫോഴ്സ്, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്നാണ് പറഞ്ഞത്. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര ടാൻജൻ്റ് ഉണ്ട്? 2 ടാൻജൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഒരേ സമയം 2 ഡയറക്ഷൻ കാണിക്കാൻ എന്തല്ല? പോസിബിൾ അല്ല. അതുകൊണ്ടാണ് 2 ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല എന്ന് പറയുന്നത്? ഇൻ്റർസെക്റ്റ്
ചെയ്യില്ല എന്ന് പറയുന്നത്. 2 lines of force never intersect each other. 2 lines of force എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും കൂട്ടി മുട്ടില്ല. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പഠിക്കുക, എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു സിംഗിൾ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതിയത്? E is equal to Q by 4πε0 r square അല്ലേ വരിക? അങ്ങനെ കിട്ടി. F is equal to എന്തായിരുന്നു? Q0 by 4πε0 r square. അതായത് Q എന്ന് പറയുന്ന ഒരു ചാർജിൻ്റെ അടുത്തേക്ക് നമ്മൾ ടെസ്റ്റ് ചാർജായ Q0നെ കൊണ്ടുവരുന്നു. ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F is equal to Q into Q0 by 4πε0 r square എന്ന് കിട്ടി അല്ലേ? ബൈ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? E is equal to ഫോഴ്സ് ബൈ യൂണിറ്റ് ചാർജ് അല്ലേ? അപ്പോൾ F is equal to Q0 by 4πε0 ആണെങ്കിൽ വാട്ട് ഈസ് E? E equal to Q by 4πε0 r square. E is equal to Q by 4πε0 r square. അപ്പോൾ ശ്രദ്ധിക്കുക, Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജാണ്. Qനെ നമ്മൾ എന്താ വിളിക്കുക? സോഴ്സ് ചാർജ്. നമ്മൾ ആരേതാണോ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? സോഴ്സ് ചാർജ്. ആരെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് അയാളാണെന്ത്? ടെസ്റ്റ് ചാർജ്. അപ്പോൾ ടെസ്റ്റ് ചാർജ് അധികവും നമ്മൾ എടുക്കുന്നത് എത്രയാണ്? യൂണിറ്റ് ചാർജ് പ്ലസ് 1 കൂളംബ് ആയിരിക്കും. അപ്പോൾ Q0 എന്ന് പറയുന്നത് 1 കൂളംബ് ആകുമ്പോൾ E is equal to എന്തായി? Q by 4πε0 r square. ക്ലിയർ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നമ്പർ ഓഫ് ചാർജ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും R1 അകലത്തിൽ Q1 പറയുന്നൊരു ചാർജ്, മറ്റൊരു R2 എന്ന് പറയുന്ന അകലത്തിൽ Q2, R3 അകലത്തിൽ ഒരു Q3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O? അപ്പോൾ O എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആരൊക്കെ ഉണ്ടാക്കും? Q1 ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും അല്ലേ? Q2 ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, Q3 ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ ഈ അകലത്തിന് R10, ഇതിന് R20, ഇത് R30 ആക്കി നമ്മൾ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു Q1 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ E1 എന്ന് എഴുതി. Q1 by 4πε0 R10 സ്ക്വയർ അല്ലേ? ഈച്ച് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡോ Q2. നമുക്ക് ഡയറക്ഷൻ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ? R10 ക്യാപ്പ് ഉപയോഗിച്ച് എഴുതി കൂടെ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ അതൊക്കെ. അപ്പം 4πε0 R20 സ്ക്വയർ R20 ക്യാപ്പ്. E3 ആണെങ്കിൽ E3 ഈക്വൽ ടു Q3 by 4πε0 R30 സ്ക്വയർ R30 ക്യാപ്പ്. അപ്പോൾ ഇവിടെ 3 ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O? ഇത് മൂന്നും കൂടെ എന്ത് ചെയ്യുക? സം ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നമ്പർ ഓഫ് ചാർജസ് അറ്റ് എ പോയിന്റ് ഈസ് ദി വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ്സ്. ദിസ് ഈസ് നോൺ ആസ്, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ കേസിൽ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞ ഓർമ്മയില്ലേ? അതേപോലെ ഇലക്ട്രിക് ഫീൽഡും എന്തോ ഒബേ ചെയ്യുന്നു? സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ നമ്പർ ഓഫ് ചാർജുകളുടെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എല്ലാം സമ്മ് ചെയ്തതാണെന്ത്? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O? E is equal to E1 പ്ലസ് E2 പ്ലസ് E3 അല്ലേ? ഇനി N ചാർജ് ഉണ്ടെങ്കിലോ എക്സെട്രാ എന്ന് എഴുതാം, En വരെ എഴുതാം. അപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ പ്രകാരം എന്താ വരിക? Q1 by 4πε0 R10 സ്ക്വയർ പ്ലസ് Q2 by 4πε0 R20 സ്ക്വയർ പ്ലസ് Q3 by 4πε0 R30 സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 4πε0 അല്ലേ? 1/4πε0 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സമേഷൻ ഓവറോൾ വെച്ച് എഴുതി അങ്ങനെ എഴുതാൻ പറ്റുക. 1/4πε0 പുറത്തെടുത്തു. 1/4πε0 പുറത്തെടുത്താൽ ബാക്കി
Q1 by R10 square plus Q2 by R20 square plus Q3 by R30 square. അല്ലേ? ഇനി നമ്മളിതിനെ സമേഷൻ്റെ സിഗ്നൽ വെച്ച് എഴുതിയാൽ, സിമ്പിൾ വെച്ച് എഴുതിയാൽ, സിഗ്മ വെച്ച് എഴുതിയാൽ എങ്ങനെ വരും? സിഗ്മ വെച്ച് എഴുതിയാൽ എങ്ങനെ വരിക? Q1 അല്ലേ? എവിടുന്ന് എവിടെ വരെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? 1 2 3 അങ്ങനെ പോവും. ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റി വരെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളതിനെ സമേഷൻ ഓവറോൾ ആക്കി എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നമ്പർ ഓഫ് ചാർജ് ഓർ സിസ്റ്റം ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു, ഇൻ ജനറൽ എങ്ങനെ എഴുതാൻ പറ്റും? E ഈക്വൽ ടു 1/4πε0 സിഗ്മ. ആരാ വേരിയബിൾ? Q അല്ലേ? അപ്പോൾ I ഈക്വൽ ടു 1 to n QI by RI0 സ്ക്വയർ എന്നെഴുതിയാൽ ആരായി? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നമ്പർ ഓഫ് ചാർജസ് കിട്ടും. ഇപ്പോൾ നോക്കൂ, ഐക്ക് 1 കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? 1/4πε0 Q1 by R10 സ്ക്വയർ. ശരിയല്ലേ? രണ്ടാമത്തെ ടേമോ 1/4πε0 Q2 by R20 സ്ക്വയർ. അങ്ങനെ ഏത് വരെ എഴുതാം? 1/4πε0 Qn by Rn0 സ്ക്വയർ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രിക് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആയാലും ഇലക്ട്രിക് ഫോഴ്സ് ആയാലും എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നമ്പർ ഓഫ് ചാർജസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Sum of the electric field due to each charges. That is known as superposition principle. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമ്പർ ഓഫ് ചാർജ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? F is equal to 1 by അല്ല, Q പുറത്തില്ലായിരുന്നോ? Qനെ പുറത്തെഴുതി 4πε0 സിഗ്മ I ഈക്വൽ ടു 1 to n QI by RI സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ Q1 Q1 Q2 Q3 അങ്ങനെ എത്ര ഉണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താ? F ഈ പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ ആണ്. എഫും പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ ആണ്. പക്ഷേ ഇതിൽ ഒരു ചാർജേ ഉള്ളൂ അല്ലേ? എഫിൽ ആരുണ്ട്? 2 ചാർജ് ഉണ്ട്. അപ്പോൾ ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങളോട് ഗ്രാഫ് വരച്ചിട്ട് ചോദിക്കുകയാണ് ഇതിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഗ്രാഫ് ഏതാണ്? അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഇവിടെ ഇലക്ട്രിക് ഫീൽഡായിരിക്കും അല്ലെങ്കിൽ ഫോഴ്സ്. ഇവിടെ ആരാണ്? ഡിസ്റ്റൻസ് അല്ല. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഈ പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈ പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ. അപ്പോൾ രണ്ടിലും r സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. ഇനി രണ്ടുപേരുടെ ഗ്രാഫ് ഒരുമിച്ച് തന്നാലോ? അപ്പോൾ ഇത് ആരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ രണ്ട് ഗ്രാഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഫോഴ്സിൻ്റെയും ഗ്രാഫ് ഒരുമിച്ച് തരാമെന്ന് വിചാരിച്ചു. ഇതിൽ ആരുതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? രണ്ട് ഇപ്പോൾ 1/r സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് അല്ലേ? പക്ഷേ എഫിൽ എന്തുണ്ട്? 2 ചാർജ് ഇല്ലേ? Q1 Q2 ബൈ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് കുറയുന്നത് ആരായിരിക്കും? ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് എന്ത്? ഫോഴ്സിൻ്റെ വരിക. അപ്പം ഈ പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ ആണ്. അപ്പം പ്രൊപ്പോർഷണൽ ടു എന്ത് തന്നെയാണ്? 1/r സ്ക്വയർ ആണ്. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പഠിക്കുക. ഒപ്പം നമ്പർ ഓഫ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓഫ് ദ ഫോളോയിങ് അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളം ഈസ് ദ യൂണിറ്റ് ഓഫ് വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഈസ് ഇറ്റ് എ വെക്ടർ ഓർ സ്കെലാർ? ഇപ്പോൾ ന്യൂട്ടൺ പെർ കൂളമ്പ് കണ്ടാൽ അത് ആരാണെന്ന് മനസ്സിലാക്കണം? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കണം. യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണോ സ്കെലാർ ആണോ? ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സും വെക്ടറാണ്, ഇലക്ട്രിക് ഫീൽഡും വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡിനെ വരച്ച് കാണിക്കാനുള്ള ഏടാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയും. ഇപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജ്. ഇപ്പോൾ +1 ആണെങ്കിൽ -1.
അല്ലേ? അപ്പം പ്ലസ് ക്യൂ ആണെങ്കിൽ മൈനസ് ക്യൂ. ഇങ്ങനെ ടു ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, വെരി സ്മോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോൾ രണ്ട് പോൾ, ഒരു പോസിറ്റീവ് പോളും ഒരു നെഗറ്റീവ് പോളും. അപ്പോൾ ഒരു മൈനസ് ചാർജും ഒരു പ്ലസ് ചാർജും സ്മോൾ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡൈപോൾ ഓർ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. അപ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡിസ്റ്റൻസിനെ നമ്മൾ ഡൈപോൾ ലെങ്ത് എന്ന് പറയും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് ഇസ് കോൾഡ് ഡൈപോൾ ലെങ്ത്. ഡൈപോൾ ലെങ്ത് നമ്മൾ 2L എന്നോ അല്ലെങ്കിൽ 2A എന്നോ ആണ് സൂചിപ്പിക്കുക. ഫോർ കൺവീനിയൻസ് ആണ്. നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഹാഫ് ഡിസ്റ്റൻസ് ഒക്കെ വരുമ്പം L/2 എന്നുള്ള ഫാക്ടറും A/2 എന്നുള്ള ഫാക്ടറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2A എന്നുള്ളതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ ലെങ്ത് നമ്മൾ 2L എന്നോ 2A എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നെഗറ്റീവ് ചാർജും ഒരു ഈക്വൽ പോസിറ്റീവ് ചാർജും സ്മോൾ ഡിസ്റ്റൻസ് എത്ര ഡൈപോൾ ലെങ്ത്തിൽ 2L ഡൈപോൾ ലെങ്ത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ പ്രോപ്പർട്ടിയാണെന്ത്? ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടിയാണെന്ത്? ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിന് നമ്മൾ എഴുതുന്ന അക്ഷരം P ആണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ. ഹൗ ടു ഡിഫൈൻ? ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി ഓഫ് ചാർജ്. സൈന് വേണ്ടാന്നർത്ഥം. ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കുമല്ലോ, രണ്ട് ചാർജ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ആരൊക്കെയാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ചാർജ്, ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഇസ് ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ഇലക്ട്രിക് ഡൈപോൾ. ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. അപ്പോൾ എനി വൺ ചാർജ്, ഇപ്പോൾ ഇത് Q മൈനസ് Q ആണെങ്കിൽ ഇത് പ്ലസ് Q ആണ് അല്ലേ? അപ്പോൾ ഡൈപോളിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വരിക? Q. ഡൈപോൾ ലെങ്ത് ഒന്നെങ്കിൽ 2A അല്ലെങ്കിൽ 2L. അപ്പോൾ Q ഇൻറ്റു 2A. Q ഇൻറ്റു 2A ഇതാണെന്ത്? ഡൈപോൾ ലെങ്ത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2A. ഇയാൾ വെക്ടറാണ്. ഇയാളുടെ യൂണിറ്റ്, ചാർജിൻ്റെ യൂണിറ്റ് എന്താ? കൂളം. ലെങ്ത് അല്ലേ? അപ്പോൾ കൂളം മീറ്റർ. സെൻറ്റിമീറ്റർ എന്ന് വായിക്കരുത്, C ക്യാപിറ്റലാണ്. കൂളം മീറ്റർ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ആരാണ്? കൂളം മീറ്ററാണ്. കൂളമ്പ് വലിയ ക്യാപിറ്റൽ C എഴുതുക, മീറ്റർ. സെൻറ്റിമീറ്ററിന് എഴുതുമ്പോൾ സിയും ചെറുതാണ്, എമ്മും ചെറുതാണ്. അപ്പം C ക്യാപിറ്റലാണ് എന്തിന് വരിക? കൂളമ്പിൻ്റെ വരിക. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കൂളം മീറ്ററാണ്, തെറ്റിദ്ധരിക്കരുത്, നോട്ട് സെൻറ്റിമീറ്റർ. കൂളം മീറ്റർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. P is equal to Q into 2A. ഇതിൻ്റെ ഡയറക്ഷൻ along the line of the dipole, along the direction of along the line of dipole ആയിരിക്കും. ഇനി ഡൈപോളിൻ്റെ സെൻട്രലിലൂടെ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ പേരാണ് ഇക്വറ്റോറിയൽ ലൈൻ. ഡൈപോളിൻ്റെ സെൻട്രലിലൂടെ വരയ്ക്കുന്ന ലൈനിൻ്റെ പേരാണെന്ത്? ഇക്വറ്റോറിയൽ ലൈൻ. ഇനി ഡൈപോളിൻ്റെ അതേ ലൈനിൽ, ആക്സിസിലൂടെ അതേ ലൈനിൽ ഇങ്ങനെ വരച്ചിരിക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിയൽ ലൈൻ. ഇത് പേര് ഓർത്ത് വയ്ക്കാൻ നമുക്ക് ഡെറിവേഷൻ പാർട്ടിൽ ആവശ്യമുണ്ട്. അപ്പം ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ലൈനിനെ ഇക്വറ്റോറിയൽ ലൈൻ എന്നും അതേ ലൈനിൽ പാരലായിട്ട് വരുന്ന ലൈനാണ് എന്ത്? ആക്സിയൽ ലൈൻ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡൈപോൾ. And its property and characteristics property ആണെന്ത്? ഡൈപോൾ മൊമെൻറ്റ്. ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത് ആണ്. P is equal to Q into 2A ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളം മീറ്റർ ആണ്. ഇതും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ 3 വെക്റ്റർ ക്വാണ്ടിറ്റിനെ ഈ ചാപ്റ്ററിൽ പറഞ്ഞു. ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിർത്താം ഈ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോളിൻ്റെ
അലോങ് ദി ആക്സിയൽ ലൈനും അലോങ് ദി ഇക്വറ്റോറിയൽ ലൈനും രണ്ട് ഡെറിവേഷനാണ്. അപ്പോൾ ആ ഡെറിവേഷൻ പാർട്ട്, അപ്പോൾ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അലോങ് ദി ലൈൻ ഓഫ് ദി ഡൈപോൾ. ഇക്വറ്റോറിയൽ ലൈനാണോ? സെൻറ്ററിലൂടെ പോകുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് എന്ത് പറയുന്നത്? ഇക്വറ്റോറിയൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ടു ഇലക്ട്രിക് ഡൈപോൾ നമുക്ക് ഡെറിവേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ എടുത്ത ഭാഗങ്ങളൊക്കെ ശരിക്കും പഠിക്കുക. ഇന്ന് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ പ്രോപ്പർട്ടി, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനുള്ളത്. അപ്പോൾ വരച്ച് പഠിക്കാൻ വേണം അത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് ഡൈപോൾ വരയ്ക്കാൻ പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സിംഗിൾ പോസിറ്റീവ് ചാർജ് വരയ്ക്കാൻ പറയാം. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് വരച്ച് എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കി വയ്ക്കാം. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് ഇവിടെ നിർത്താം. ഇപ്പോൾ ഹോംവർക്ക് ഓക്കെ. നമുക്ക് ഇപ്പോൾ ഹോംവർക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്പർ ഇട്ട് ഓരോന്ന് എഴുതുക. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം വരച്ചോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ മിസ് ഹോംവർക്ക് തരുമ്പം കുറച്ചൊന്ന് മാത്രം എല്ലാ ചാർജിൻ്റെയും, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഡൈപോള്, 2 പോസിറ്റീവ് 2 നെഗറ്റീവ് വരച്ച് കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോട്ടിലേക്ക് വരയ്ക്കാം. പിന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റും ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റും അതൊക്കെ ഒന്ന് എഴുതാം. അപ്പോൾ എഴുതുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം കൂടെ ചേരുമ്പോഴേ നമ്മുടെ പഠനം പൂർത്തിയാവുള്ളൂ. അതുകൊണ്ട് നന്നായി കേട്ട് അതുപോലെ എഴുതി പഠിക്കുക. ഡെറിവേഷൻ പാർട്ടൊക്കെ വരുമ്പം ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുക ക്ലാസ് നമുക്ക്. ഓക്കെ, താങ്ക് യു.